വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. അമേരിക്ക ഇസ്രായേലിന് നൽകിയിരുന്ന അധിക സുരക്ഷ പിൻവലിച്ചു. അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ തിരിച്ചു പോകുന്നു. ഇസ്മായിൽ ഹനിയയുടെയും ഹിസ്ബുള്ള സീനിയർ കമാൻഡർ ഫാദ് ഷുക്കൂറിന്റെയും കൊലപാതകത്തിന് ശേഷം ഇറാൻ പ്രോക്സികളുടെയും ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിന് അമേരിക്ക പ്രത്യേകമായി വിന്യസിച്ച USS തിയോഡർ റൂസ്വെൽറ്റിനെ പെന്റഗൺ തിരിച്ചു വിളിച്ചു. കഴിഞ്ഞ ചില ആഴ്ചകളിലായി പ്രസിഡന്റ് ബൈഡന്റെ നിർദ്ദേശപ്രകാരം മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനെ സംരക്ഷിക്കാനായി 2 യുദ്ധക്കപ്പലുകൾ അമേരിക്ക വിന്യസിച്ചിരുന്നു. അതിൽ അവസാനം വിന്യസിച്ച USS തിയോഡർ റൂസ്വെൽറ്റിനെയാണ് ഇപ്പോൾ അമേരിക്ക തിരിച്ചു വിളിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായുള്ള ഈ തിരിച്ചുവിളി കൊണ്ട് അമേരിക്ക ചില മെസ്സേജുകൾ നൽകുന്നുണ്ട് ഇസ്രായേലിന്. അതായത് അമേരിക്ക മേഖലയിൽ യുദ്ധവർദ്ധനവ് ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, ഇറാനിൽ നിന്നും പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള സൂചന അമേരിക്ക ഇപ്പോൾ തള്ളിക്കളയുന്നു. അതിലുപരി ഇറാനുമായും ലബനനുമായും ഒരു തുറന്ന യുദ്ധത്തിന് പറ്റിയ സമയമല്ല ഇതെന്നും അമേരിക്ക മനസ്സിലാക്കിയിരിക്കുന്നു. ഹമാസുമായി ഒരു വെടിനിർത്തൽ കരാറിന് തയ്യാറാവാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു നീണ്ടകാല യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴക്കുകയാണോ എന്ന് തോന്നൽ ഇപ്പോൾ അമേരിക്കയ്ക്കുണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ 2 എയർക്രാഫ്റ്റ് കാരിയേഴ്സിന്റെ ആവശ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മേഖലയിൽ ഇല്ലെന്ന് അമേരിക്ക ഉറപ്പിച്ചിരിക്കണം. ഈ സംഭവം ഇസ്രായേൽ സുരക്ഷാ ഭീതി ചെറിയ അളവിലെങ്കിലും വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഓസ്ട്രേലിയയിൽ അതിശക്തമായ പ്രതിഷേധ പ്രകടനം അതിന്റെ 2ാം ദിവസവും പിന്നിട്ടു. 1ാം ദിവസമുണ്ടായ പോലീസ് അതിക്രമത്തിന്റെ ഭയമേതുമില്ലാതെയാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. ഗസയിൽ കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രായേലിന് ആയുധം നൽകുന്ന ആയുധ ഫാക്ടറികൾക്കും അതിനുള്ള പങ്കിനുമെതിരെയായിരുന്നു, യുദ്ധത്തിലുള്ള പങ്കിനുമെതിരെയായിരുന്നു മെൽബൺ നഗരത്തെ ഇളക്കിമറിച്ച പ്രകടനം 2ാം ദിവസവും അരങ്ങേറിയത്. ആദ്യ ദിവസത്തെ പ്രതിഷേധത്തിൽ നിരവധി പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതേസമയം യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ വിഭാഗം മേധാവി പറഞ്ഞത് ബുധനാഴ്ച അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ഇസ്രായേൽ അതിക്രമണത്തിൽ താൻ പ്രകോപിതനാണെന്നാണ്. ജർമ്മനി, UK, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ഇസ്രായേലിനെ ബുധനാഴ്ചയുണ്ടായ ആക്രമണത്തിൽ ശക്തമായി കുറ്റപ്പെടുത്തുകയുണ്ടായി. ബുധനാഴ്ചയുണ്ടായ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 6 UN വർക്കേഴ്സും നിരവധി പിഞ്ചുകുട്ടികളുമാണ് കൊല്ലപ്പെട്ടത്. ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ട് UN വർക്കേഴ്സിന്റെ എണ്ണം ഏകദേശം 220ഓളമായി. യുദ്ധമേഖലകളിൽ സംരക്ഷണം ലഭിക്കേണ്ടവരാണ് UN ഉദ്യോഗസ്ഥരും എയ്ഡ് വർക്കേഴ്സും. എന്നിട്ട് ഇസ്രായേൽ നടത്തുന്ന ഗസൻ യുദ്ധത്തിൽ അന്താരാഷ്ട്ര നിയമം വ്യാപകമായി ലംഘിക്കപ്പെടുന്നു. ഇത്രയൊക്കെയായിട്ടും അന്താരാഷ്ട്ര സമൂഹം പ്രതിഷേധം അറിയിക്കുകയല്ലാതെ ഇസ്രായേലിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ആവാതെ നിൽക്കുകയാണ്. ഗസയിൽ 41,000-ത്തിലധികം മനുഷ്യരെ, പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ഇസ്രായേൽ ഇതിനോടകം തന്നെ കൊന്നുതീർത്തു. എന്നിട്ടും ഭീകരരാഷ്ട്രമായി ഇസ്രായേലിനെതിരെയുള്ള ലോകരാഷ്ട്രങ്ങളുടെ സമീപനത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടില്ല. ഈ ഭീകരരാജ്യമായി ഇസ്രായേലിനുള്ള സഹായം നിർത്തലാക്കാൻ ഈ പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന രാജ്യങ്ങൾ ഇനിയും തയ്യാറാവുന്നില്ല. അതിനർത്ഥം ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ തികച്ചും നാടകം മാത്രമാണെന്നല്ലേ? ആളുകൾക്ക് മുന്നിൽ കണ്ണീർ പൊഴിക്കുകയും തിരിഞ്ഞു നിന്ന് കൊല്ലാനുള്ള ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്നതല്ലേ ഏറ്റവും വലിയ ഭീകരത? ഇസ്രായേൽ സൈന്യം ഗസയിൽ അവരുടെ ആക്രമണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാത്രം 31 ഫലസ്തീനികളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. കൂടാതെ അൽ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇന്ന് രാവിലെ നടത്തിയ ആക്രമണത്തിൽ 7 ഫലസ്തീനികളും കൊല്ലപ്പെട്ടു. ഒക്ടോബർ 7 ശേഷമുള്ള ഗസയിലെ മൊത്തം മരണസംഖ്യ 41,000 കവിഞ്ഞു. ലോക ആരോഗ്യ സംഘടന പറയുന്നത് ഗസയിലെ ഗുരുതരമായി പരിക്കേറ്റ രോഗികളിൽ 4-1 വിഭാഗവും ജീവിതം തന്നെ മരിക്കപ്പെടുന്ന രോഗമുള്ളവരാണ് എന്നാണ്. നീണ്ടകാലത്തേക്ക് അവരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അനധികൃത ഇസ്രായേലി കുടിയേറ്റക്കാരുടെ മനസ്സാക്ഷിയില്ലാത്ത ക്രൂരത വിളിച്ചു പറയുകയാണ് വെസ്റ്റ് ബാങ്കിലെ ഗ്രാമീണരായ ഫലസ്തീനികൾ. അവർ പറയുന്നത് ഇസ്രായേലി അനധികൃത കുടിയേറ്റക്കാർ ഫലസ്തീനികളുടെ കന്നുകാലികളെ വിഷം കൊടുത്ത് കൂട്ടത്തോടെ കൊന്നുകളഞ്ഞെന്നാണ്. ഒരു വിഭാഗം ജനതയോടുള്ള അമിതമായ വിദ്വേഷത്തിന്റെ മറ്റൊരു മുഖം മാത്രമാണിത്.